ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആൻറ്റി ഡിപ്രസൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആൻറ്റി ഡിപ്രസൻസ് എന്താണ്. ഡിപ്രഷന് കൊടുക്കുന്ന മരുന്നാണ് ആൻറ്റി ഡിപ്രസൻസ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആൻറ്റി ഡിപ്രസൻസ്. ഡിപ്രഷന് കൊടുക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഡിപ്രസൻസിനകത്ത് വരുന്നത്. ഓക്കെ, ഇതും നെർവസ് സിസ്റ്റത്തിൻ്റെ ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, സോ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞ പോലെ ദ മെഡിസിൻസ് വിച്ച് ഈസ് ഗിവിങ് ടു റെഡ്യൂസ് or for the treatment of depression is antidepressants. Okay, ഇനി ക്ലാസിഫിക്കേഷൻ, ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ടും 5 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന്, ആദ്യത്തേത് SSRI. SSRI എന്ന് പറയുന്നത് സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ. 2, SNRI, that is selective norepinephrine reuptake inhibitor. MAOI, monoamine oxidase inhibitor. TCA, tricyclic antidepressants and other atypical antidepressants. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഇതാണ് 5 ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിൻ്റെ ആക്ഷൻ പറയുന്നതിന് മുന്നേയായിട്ട് നമ്മൾ ഡിപ്രഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഡിപ്രഷൻ അതുപോലെ തന്നെ എല്ലാ സൈക്യാട്രിക് ഡിസോർഡേഴ്സിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ന്യൂറോ കെമിക്കൽസ് ആണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സം കെമിക്കൽസ് ഇൻ ദ ബ്രെയിൻ. സോ നമ്മുടെ ബ്രെയിനിനകത്തുള്ള കുറേ കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസിൻ്റെ അതിൻ്റെ ലെവൽ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബിഹേവിയറും ക്യാരക്ടറും മൂഡും എല്ലാം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അപ്പോൾ ഡിപ്രഷൻ വരാനുള്ള കാരണം ചില കെമിക്കൽസ് ഈ പറഞ്ഞ സെറോട്ടോണിനും നോറെപ്പിനെഫ്രിനും ഒക്കെ ഒരുപാട് കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഡിപ്രസീവായിട്ടുള്ള ഒരു ഓഫ് മൂഡിലേക്ക് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ ഓഫ് മൂഡ് അല്ലെങ്കിൽ ഡിപ്രഷൻ മൂഡിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ സെറോട്ടോണിൻ്റെ അളവ് കൂട്ടണം, അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിൻ്റെ അളവ് കൂട്ടണം. അപ്പോൾ ആ ഒരു ജോലിയാണ് നമ്മുടെ ഈ മെഡിസിൻസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഡിപ്രഷൻ എന്താണെന്ന് പറഞ്ഞു. ഡിപ്രഷൻ്റെ കാരണം ചില ന്യൂറോ കെമിക്കൽസിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ന്യൂറോ കെമിക്കൽസിനെ കൂട്ടുന്ന ജോലിയാണ് ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ മെഡിസിൻസ് ക്ലാസിഫിക്കേഷൻ SSRI, സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ. സെറോട്ടോണിൻ ഒരു ന്യൂറോ കെമിക്കലാണ്. അപ്പോൾ സെറോട്ടോണിൻ്റെ റീഅപ്ടേക്ക് അത് വീണ്ടും അബ്സോർബ് ആവുന്നതിനെ കുറച്ച് ആ സെറോട്ടോണിൻ്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് SSRI ചെയ്യുന്നത്. SNRI ആണെങ്കിൽ സെലക്റ്റീവ് നോറെപ്പിനെഫ്രിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ. അപ്പോൾ നോറെപ്പിനെഫ്രിൻ്റെ റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിട്ട് നോറെപ്പിനെഫ്രിൻ്റെ ലെവലിനെ കൂട്ടുന്നതാണ് ഈ SNRI ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ. ഈ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ അത് മോണോ അമൈൻസിനെ ഇൻഹിബിറ്റ് ചെയ്ത് വെക്കും. ഈ മോണോ അമൈൻസ് എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന കെമിക്കൽസിനൊക്കെ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനെയും ഇൻഹിബിറ്റ് ചെയ്ത് വെക്കുവാണ് MAOI ചെയ്യുന്നത്. ദെൻ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്. ഈ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസും നമ്മുടെ ന്യൂറോ കെമിക്കൽസിൻ്റെ ലെവലിനെ കൂട്ടാൻ സഹായിക്കുന്ന മെഡിസിൻ തന്നെയാണ്. ദെൻ അതർ എറ്റിപ്പിക്കൽ ന്യൂ ജനറേഷൻ ആൻറ്റി ഡിപ്രസൻ, പുതിയതായിട്ട് വന്ന കുറേ ആൻറ്റി ഡിപ്രസൻസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി ഡിപ്രസൻസ്. അപ്പോൾ എല്ലാത്തിനും ഇത് ഓരോ കാറ്റഗറിയിലും വരുന്ന മെഡിസിൻസിനും ഓരോ എക്സാമ്പിൾ പഠിച്ചു വെച്ചിരിക്കണം. SSRIക്കകത്ത് സെട്രാലിൻ വരും, ദെൻ അമിട്രിപ്റ്റിലിൻ, ഇമിപ്രമൈൻ, അതൊക്കെ നമ്മുടെ TCAക്കകത്ത് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുക. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ദെൻ ആക്ഷൻ. അപ്പോൾ ആക്ഷനും നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആക്ഷൻ എന്താ? ഡിപ്രഷൻ്റെ കാരണം സെറോട്ടോണിനും നോറെപ്പിനെഫ്രിനും കുറയുന്നത് കൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്. അപ്പോൾ ഈ മെഡിസിൻസ് എല്ലാം തന്നെ ചെയ്യുന്നത് ഈ ന്യൂറോ കെമിക്കൽസിൻ്റെ റീഅപ്ടേക്കിനെ, അതായത് റീഅബ്സോർബ് ആവുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്ത് വയ്ക്കുക. എവിടെയാണ് ഈ ന്യൂറോ കെമിക്കൽസ് ഒക്കെ വരുന്നത്? നമ്മുടെ ബ്രെയിനിലെ നെർവസ് സിസ്റ്റത്തിൽ. അപ്പോൾ ഒരു നെർവിൽ നിന്ന് അടുത്ത നെർവിലേക്ക് ഈ ന്യൂറോ കെമിക്കൽസ് പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മെസ്സേജസും എല്ലാം ഒരു നെർവിൽ നിന്ന് അടുത്ത നെർവിലേക്ക് പാസ്സാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെർവ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റീഅപ്ടേക്കായി പോയുന്നത് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നെർവ് എൻഡിങ്സിൽ ഈ സെറോട്ടോണിൻ്റെ അളവ് കൂടും. അതിൻ്റെ ഫലമായിട്ട് അവർ ഈ ഡിപ്രഷനിലേക്ക് പോകാതെ ആ മൂഡിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ ആക്ഷൻ ഈ മെഡിസിൻസിൻ്റെ എല്ലാത്തിൻ്റെ ആക്ഷൻ സെറോട്ടോണിനും നോറെപ്പിനെഫ്രിനും ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതല്ല, ആ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി ആ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ദെൻ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സമയത്താണ് ഈ ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കുക? മെയിനായിട്ടും ഡിപ്രഷൻ, എസ്പെഷ്യലി ദോസ് ഹു ആർ ഹാവിങ് വിത്ത്
സൂയിസൈഡൽ ഐഡിയേഷൻ. ആ ഒരു സമയത്താണ് ഡിപ്രഷൻ അൺമാനേജബിൾ സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിപ്രഷൻ എസ്പെഷ്യലി വിത്ത് സൂയിസൈഡൽ ഐഡിയേഷൻ, ആ സമയത്ത് ഹോസ്പിറ്റലൈസേഷനൊക്കെ ആവശ്യമായിട്ട് വരും. എന്നാലും നമ്മൾ ഒ പി പേഷ്യൻ്റായിട്ടുമൊക്കെ ആൻറ്റി ഡിപ്രസൻസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ലീപ്പ് ഡിപ്രിവേഷൻ, ഒരുപാട് ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്കും ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കും. പിന്നെ PMS, പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം. ഓക്കെ. സോ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോമായിട്ട് ഒരുപാട് പേർക്ക് ഡിപ്രഷൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ട്. ആ സമയത്തും നമുക്ക് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കാം. ദെൻ PTSD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഏതെങ്കിലും ആക്സിഡൻറ്റോ ട്രോമാറ്റിക് എക്സ്പീരിയൻസോ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റിയോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഫ്ലഡ്, എർത്ത് ക്വീക്ക് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ട്രോമ സിറ്റുവേഷൻ ഫേസ് ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വാറിൻ്റെ ഒക്കെ വിക്ടിം ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഡിപ്രഷനൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയും നമ്മൾ ആൻറ്റി ഡിപ്രസൻസ് ഉപയോഗിക്കാം. ദെൻ GAD എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. ഓക്കെ. സോ ആങ്സൈറ്റി ഡിസോർഡറിന് നമ്മൾ ഈ മെഡിസിൻസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ദെൻ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് മാത്രമല്ല, ചില സൊമാറ്റിക് സിംറ്റംസ് വരുന്ന, സ്ട്രെസ്സ് കാരണം സൊമാറ്റിക് സിംറ്റംസ് വരുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ സ്ട്രെസ്സൊക്കെ ഫിസിക്കൽ സിംറ്റമായിട്ടായിരിക്കും പുറത്ത് വരുന്നത്. ലൈക്ക് അവർക്ക് ഈ പെപ്റ്റിക് അൾസർ വരുന്നത്. ഓക്കെ. സോ പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത് ഒരു ട്രോമ അത് അവരുടെ സ്ട്രെസ്സ് വന്നിട്ട് സൈക്കോളജിക്കൽ സിംറ്റമായിട്ട് പുറത്ത് വരുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ സൊമാറ്റിക് സിംറ്റമായിട്ടാണ് പുറത്ത് വരുന്നത്. ഓക്കെ. സോ അങ്ങനെ പെപ്റ്റിക് അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കാം. മൈഗ്രെയിനും ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മൈഗ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കാം. വേറെ എന്തെങ്കിലും ഹെഡ് ഏക്ക്, ചിലപ്പോൾ ബോഡി പെയിൻ പറയാം, കണ്ടിന്യൂസ് ആയിട്ട് ബോഡി പെയിൻ പറയും, പക്ഷേ പ്രത്യേകിച്ച് അൺനോൺ റീസൺ ആണ് ആ ബോഡി പെയിൻ എന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ ഉപയോഗിക്കാം. സോ അങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെ നമുക്ക് ആൻറ്റി ഡിപ്രസൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ. അടുത്തത് കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഏതൊക്കെ സമയത്ത് ആൻറ്റി ഡിപ്രസൻസ് നമ്മൾ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് സെറോട്ടോണിൻ സിൻഡ്രോം. ഓക്കെ. സോ സെറോട്ടോണിൻ സിൻഡ്രോം എന്ന് പറയുന്നത്, നമ്മൾ ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുന്ന ഒരാൾക്ക് ഹൈ ഡോസിൽ ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ആൻറ്റി ഡിപ്രസൻസ് ചേർത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് ഓവർഡോസ് ആകുകയോ അങ്ങനെ വല്ലതും ചെയ്യുവാണെങ്കിൽ സംഭവിക്കുന്ന ഒരു സൈഡ് എഫക്റ്റാണ് സെറോട്ടോണിൻ സിൻഡ്രോം. ഓക്കെ. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഹൈപ്പർ തെർമിയ ഉണ്ടാകും, ടെമ്പറേച്ചറൊക്കെ വളരെ ഹൈ ആകും, പേഷ്യൻസിന് ഭയങ്കര ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും, പാൽപിറ്റേഷനൊക്കെ വരും, ഹൈപ്പർ ടെൻഷനൊക്കെ വരും, അതുപോലെ തന്നെ സീഷറൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഭയങ്കര അജിറ്റേറ്റഡ് ഒക്കെ ആയിരിക്കും. അതാണ് സെറോട്ടോണിൻ സിൻഡ്രോമിൻ്റെ സിംറ്റംസ്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഡെവലപ്പ് ആകുവാണെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് വിഡ്രോ ചെയ്യും. ഓക്കെ. ദെൻ പേഷ്യൻറ്റിന് സീഷർ ഹിസ്റ്ററി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സെറോട്ടോണിൻ സിൻഡ്രോം, കാരണം സെറോട്ടോണിൻ്റെ ലെവൽ കൂട്ടുന്ന ഒരു മെഡിസിൻസ് ആണ് ആൻറ്റി ഡിപ്രസൻസ് എല്ലാം വരുന്നത്. അങ്ങനെ സെറോട്ടോണിൻ എക്സസ് ആയിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടിയാണ് സെറോട്ടോണിൻ സിൻഡ്രോം. ഓക്കെ. സോ സീഷറുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ സീഷർ ട്രിഗർ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ദെൻ ലിവർ ഫെയിലിയർ ഉള്ള പേഷ്യൻസിന്, കാരണം ലിവറാണ് ഈ മെഡിസിൻസ് ഒക്കെ മെറ്റബോളൈസ് ചെയ്യുന്നത്, അതുകൊണ്ട് ലിവർ ഫെയിലിയർ ഉള്ള പേഷ്യൻസിനോ അതിന് പോസിബിലിറ്റി ഉള്ളവർക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ കാർഡിയാക് ഇഷ്യൂസ്, ഏതെങ്കിലും തരത്തിലുള്ള കാർഡിയാക് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നയാളാണെങ്കിൽ, പ്രത്യേകിച്ച് ടാക്കിക്കാർഡിയ പോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർ, ഡിസെറിത്മിയാസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, എസ്പെഷ്യലി ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്. ഓക്കെ. ദെൻ ADR, ദാറ്റ് ഈസ് അഡ്വേഴ്സ് റിയാക്ഷൻ. സൈഡ് എഫക്ട്സ് എന്തൊക്കെയായിരിക്കും ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ സൈഡ് എഫക്ട്സ്? എപ്പോഴും ഈ പറഞ്ഞ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസ് കുറയുന്ന അവസ്ഥയാണ്. ഈ കെമിക്കൽസിനെ ഈ ന്യൂറോ കെമിക്കൽസിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ഡിപ്രഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാം, അതായത് മാനിയ. ഓക്കെ. സോ ഇത് കൂടുതലായിട്ട് ഈ കെമിക്കൽസ് വളരെ അളവിലും കൂടുതലായി കഴിഞ്ഞാൽ അതൊരു മാനിക് സ്റ്റേറ്റിലേക്ക് പോകാം. അത് ഒരു പ്രശ്നമാണ്. ഓക്കെ. സോ അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? എക്സ്ട്രീം അജിറ്റേഷൻ, പാൽപിറ്റേഷൻ, വയലൻറ്റ് ബിഹേവിയർ, ഇതൊക്കെ പേഷ്യൻ്റ് കാണിച്ചേക്കാം. പിന്നെ പേഷ്യൻറ്റിന് എന്താ, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകും, സ്ലീപ്ലെസ്നെസ് ഉണ്ടാകും, ഭയങ്കര ഡിസി, ഹെഡ് ഏക്ക്,
നോസിയ, വോമിറ്റിംഗ്, ഈ പറയുന്ന സിംറ്റംസൊക്കെ വരാം. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും അഡ്വേഴ്സ് റിയാക്ഷനായിട്ട് വരാറുള്ളത്. എക്സ്ട്രീം കേസസിൽ സെറോട്ടോണിൻ സിൻഡ്രോം വരാം. കാരണം രണ്ട് ആൻറ്റി ഡിപ്രസൻറ്റ്, രണ്ട് ക്ലാസിഫിക്കേഷൻ, ഇപ്പോൾ SSRIയും SNRIയും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും സെറോട്ടോണിനെ കൂട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കോമ്പിനേഷൻ ഡ്രഗ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ സെറോട്ടോണിൻ സിൻഡ്രോം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ പേഷ്യൻറ്റിന് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകും, ബ്ലഡ് വിഷൻ ഉണ്ടാകും, ഡിസിനെസ് ഉണ്ടാകും, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കാം വരുന്നത്. ഇങ്ങനെ ആൻറ്റി ഡിപ്രസൻസ് എടുക്കുന്ന സമയത്ത് അവർക്ക് ചില പേഷ്യൻസിനൊക്കെ ഒരു സെഡേഷൻ എഫക്റ്റ് ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഡ്രൈവിങ്ങിനൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയും. പിന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ്റെ ഒരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാൾ പ്രിവെൻഷനൊക്കെ എടുത്തിരിക്കണം. ഓക്കെ, സോ പെട്ടെന്ന് ഇതിൻ്റെ സഡൻ പൊസിഷൻ ചേഞ്ച് ആവുന്ന സമയത്ത് അവർക്ക് BP ഒക്കെ കുറയാം. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള അഡ്വേഴ്സ് റിയാക്ഷൻ എന്നിട്ട് പറയാനുള്ളത്. ദെൻ ഡ്രഗ് ഇൻ്ററാക്ഷൻ എന്താ? ആൻറ്റി ഡിപ്രസൻസ് ഏതൊക്കെ മെഡിസിൻ്റെ കൂട്ടത്തിൽ ഇൻ്ററാക്ഷൻ വരുന്നു? ആദ്യം തന്നെ പറയുന്നത് ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ കൂടെ കൊടുക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ MAOI, മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ, ഇതൊരു ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ആണ്. ഓക്കെ, സോ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? BP വന്നിട്ട് എക്സ്ട്രീം ആയി പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ്. BP കൂടിയാൽ എന്ത് പറ്റും? സ്ട്രോക്ക് വരാം, മറ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. ഓക്കെ, സോ അപ്പോൾ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് വേറെ ഇത് രണ്ട് കോമ്പിനേഷനായിട്ട് കൊടുക്കുക. മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്ററിൻ്റെ കൂട്ടത്തിൽ SSRIയോ SNRIയോ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കുമാണ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസിൻ്റെ റിസ്ക് വളരെ കൂടും. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ TCA, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്, ഇതിൻ്റെ കൂട്ടത്തിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സെയിം സെറോട്ടോണിൻ സിൻഡ്രോമിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കാർഡിയാക് പേഷ്യൻസിന് മറ്റ് ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ കൂട്ടത്തിൽ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പാൽപിറ്റേഷനും ഡിസറിത്മിയാസ് എല്ലാം പെട്ടെന്ന് വരും. അതിൻ്റെ ഡിസറിത്മിയാസ് കൊണ്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് അവിടെ വരാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ദെൻ SSRI സെറോട്ടോണിൻ സിൻഡ്രോമാണ് അതിൻ്റെ റിസ്ക് ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ വാർഫാരിൻ. അപ്പോൾ ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ തന്നെയാണ് ഇൻറ്ററാക്ഷനുള്ള പോസിബിലിറ്റി ഉള്ളത്. രണ്ടാമത്തത് വാർഫാരിനും മറ്റ് ആൻറ്റികോയാഗുലൻസ് എല്ലാം തന്നെ റിസ്ക് ആണ്. അപ്പോൾ ഏതെങ്കിലും ആൻറ്റികോയാഗുലൻസിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വാർഫാരിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുമ്പോൾ അവരുടെ ബ്ലഡ് തിന്നിങ് എഫക്റ്റ് കൂടും. അതായത് ബ്ലീഡിങ് പോസിബിലിറ്റീസ് വളരെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഡ്രഗ് ഇൻ്ററാക്ഷൻ്റെ അകത്ത് പറയാനുള്ളത്. ദെൻ ടോക്സിസിറ്റി എപ്പോഴാണ് പറയുന്നത്? ഈ പറയുന്ന ഡ്രഗ് ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ. ഓക്കെ, സോ ഡ്രഗ് ഓവർഡോസ് ടോക്സിസിറ്റി ഹൈ ഡോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഇൻക്രീസ് വൈറ്റൽസ്, അതായത് നമ്മൾ സെലക്റ്റീവ് സെറോട്ടോണിൻ സിൻഡ്രോമിൽ പറഞ്ഞതുപോലെ ഹൈപ്പർ തെർമിയ ഉണ്ടാകും. ടെമ്പറേച്ചറൊക്കെ എക്സ്ട്രീം ഹൈ ആയി പോകും. MAOIയുടെ പറഞ്ഞതുപോലെ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ്, BPയും വളരെ ഹൈ ആയി പോകും. TCAയുടെ അകത്ത് പറഞ്ഞതുപോലെ ടാക്കിക്കാർഡിയ വരും പേഷ്യൻറ്റിന്. അപ്പോൾ അവരുടെ മൊത്തം വൈറ്റൽസും ഹൈ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ മിഡ്രിയാസിസ്, അവരുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഐസിൻ്റെ പ്യൂപ്പിളിൻ്റെ ഡയലേഷനൊക്കെ വരും. ദെൻ ലിവർ നെക്രോസിസ്, ലിവറാണ് ഈ മെഡിസിനെ മെറ്റബിളൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോക്സിക് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ലിവർ സെൽസ് ഒക്കെ നെക്രോസിസ് ആയി പോകും. ദെൻ ഡെത്ത്, റാബ്ഡോമയാലിസിസ് വരും. അതായത് നമ്മുടെ ടിഷ്യൂ ഒക്കെ ഡീജനറേറ്റ് ആയി പോകും. അങ്ങനെ റാബ്ഡോമയാലിസിസ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോവുകയും പേഷ്യൻറ്റിന് ഡെത്ത് വരെ വരാവുന്ന ഒരു സ്റ്റേറ്റാണ് ഈ ആൻറ്റി ഡിപ്രസൻസ് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതെല്ലാമാണ് ടോക്സിസിറ്റിക്കകത്ത് പറയുന്നത്. പിന്നെ അവസാനമായിട്ടുള്ളത് നഴ്സസ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സോ ആൻറ്റി ഡിപ്രസൻറ്റ് വളരെ എളുപ്പമായിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ നഴ്സസ് റെസ്പോൺസിബിലിറ്റി, ഒന്നാമത്തെ കാര്യം മെഡിസിൻ പേഷ്യൻറ്റിന് കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറയുക. 2, പേഷ്യൻ്റ് ഈ മെഡിസിൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഡോക്ടേഴ്സ് വന്നിട്ട് ഒരു ചെറിയ ഡോസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ ഡോസിനോട് പേഷ്യൻ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കിയിട്ട് ഡോസ് ഹൈ ആക്കി കൊണ്ടുവന്ന് പിന്നെ അതിനെ ടാപ്പർ ചെയ്ത് കുറച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പേഷ്യൻറ്റിന് ഈ മെഡിസിൻസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ സഡൻ സ്റ്റോപ്പേജ് ചെയ്ത് പെട്ടെന്ന് അത് നിർത്തിക്കളയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇത് മൊത്തത്തിൽ ബ്രെയിനെ ബാധിക്കുന്ന ഒരു മെഡിസിൻസാണ്, അപ്പോൾ അതിന് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് ടാപ്പർ ചെയ്ത് കൊണ്ടുപോയി കുറച്ച് കൊണ്ടുവന്നതിന് ശേഷമേ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ.
ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ബ്രെയിനിനെ ഇത് അഫക്റ്റ് ചെയ്യും. ന്യൂറോ കെമിക്കൽ ലെവലിനെ, ബ്രെയിനിലെ ന്യൂറോ കെമിക്കൽസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും, പേഷ്യൻ്റെ ബിഹേവിയർ അൺകൺട്രോൾഡ് ആയിട്ട് പോകും. ഓക്കെ, പിന്നീട് നമുക്ക് ചെറിയ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ അസുഖം മാറത്തില്ല, പിന്നീട് ഹൈ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരിക്കലും മെഡിസിൻ സഡൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഡോസിൽ വ്യത്യാസം വരുത്താൻ പാടുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം നിർത്താൻ പാടില്ല, ഡോസ് വ്യത്യാസം വരുത്താനും പാടില്ല എന്നുള്ള കാര്യം സ്ട്രിക്റ്റ് ആയിട്ടും പറയേണ്ടതാണ്. പിന്നെ MAOI മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ കഴിക്കുന്നവരോട് പ്രത്യേകം പറയേണ്ട കാര്യം, അവർക്ക് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരാം. അതായത് പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോഴുള്ള ഓക്സിപിറ്റൽ ഹെഡേക്ക്, തലയുടെ പുറകിൽ, പ്രത്യേകിച്ച് തലയിൽ എവിടെയെങ്കിലും ഹെഡേക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിവിയർ ഹെഡേക്ക് വരുവാണെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ വരാൻ പറയണം. അതുപോലെ ഹൈപ്പർ ടെൻഷൻ്റേതായ എന്തെങ്കിലും സിംറ്റംസ്, നോസിയ, വോമിറ്റിംഗ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിലും അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ ഹോസ്പിറ്റലിൽ വരാൻ പറയണം. കാരണം സ്ട്രോക്കിനൊക്കെയുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ കാരണം. ഓക്കെ, സോ അത് മോണോ അമൈൻ ഓക്സിഡേസിൻ്റെ ഒരു പ്രശ്നമാണ്. അതേപോലെ സ്ട്രിക്റ്റായിട്ട് പറയേണ്ട വേറൊരു കാര്യം, മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ എടുക്കുന്ന ആ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ തൈറമിൻ റിച്ച് ഫുഡിനെ അവോയ്ഡ് ചെയ്യുക. കാരണം ഈ മെഡിസിൻസിൻ്റെ കൂട്ടത്തിൽ തൈറമിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ തൈറമിൻ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ചീസ്, ഓക്കെ, ഏജ്ഡ് ചീസ്, അതായത് ചീസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ നോൺ വെജ് ഫുഡ്, പ്രത്യേകിച്ച് ചിക്കൻ ലിവർ, ബീഫ് ലിവർ, ഇതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ തൈറാമിൻ ഉണ്ട്. പിന്നെ പ്രോസസ്ഡ് മീറ്റ് ഐറ്റംസ് എല്ലാം പ്രോസസ്സ് ചെയ്തതാണെങ്കിൽ പ്രത്യേകിച്ചും അതിനകത്തൊക്കെ ഈ തൈറമിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡൊക്കെ പ്രത്യേകമായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയണം. ഓക്കെ, പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇവർക്ക് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോ ടെൻഷനുള്ള റിസ്ക് ഉണ്ട്. പെട്ടെന്ന് പൊസിഷൻ, കട്ടിലേന്ന് പെട്ടെന്ന് എണീറ്റിരിക്കുമ്പോഴോ പെട്ടെന്ന് പൊസിഷൻ മാറുമ്പോഴോ ഒക്കെ ഹൈപ്പോ അടിച്ചിട്ട് താഴെ പോകാനുള്ള, ഡിസീനസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഒരാൾ എപ്പോഴും അറ്റൻഷൻ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുക. ഹോസ്പിറ്റലിലാണെങ്കിൽ ഫാൾ പ്രിവെൻഷനൊക്കെ എടുത്തിരിക്കണം, നമ്മുടെ സൈഡ് റെയിൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ചില റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത് ആൻറ്റി ഡിപ്രസൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിപ്രഷനുള്ള പേഷ്യൻസിന് സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കാൻ തുടങ്ങി ഒരു 2-3 മാസത്തേക്ക് പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിക്കണം ഈ പേഷ്യൻറ്റിന്. അവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഒബ്സർവ് ചെയ്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ പ്രോപ്പറായിട്ട് എടുക്കുക. വേറൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെഡിസിൻസ്, ഏത് മെഡിസിൻ, ആൻറ്റി ഡിപ്രസൻസ് ഏത് തന്നെ ആയിരുന്നാലും അതിൻ്റെ ആക്ഷൻ പേഷ്യൻറ്റിന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് മിനിമം 2 വീക്സ് എങ്കിലും എടുക്കും. ഇപ്പോൾ 2 ആഴ്ച തൊട്ട് 6 ആഴ്ച വരെയാണ് ആൻറ്റി ഡിപ്രസൻസിൻ്റെ റിസൾട്ട് പേഷ്യൻറ്റിൻ്റെ ബിഹേവിയറിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം. അപ്പോൾ മിക്കവാറും പേഷ്യൻസ് ആദ്യത്തെ 2-3 ദിവസം മരുന്ന് കഴിച്ചിട്ട് വ്യത്യാസമില്ല, വെറുതെയാണ് ഈ മരുന്ന് കഴിച്ചിട്ട് ഡോക്ടർ കൊള്ളില്ല എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പേഷ്യൻസിനെ ഇൻഫോം ചെയ്തിരിക്കണം. ഈ മരുന്ന് കഴിക്കുമ്പോൾ 2 ആഴ്ച തൊട്ട് 6 ആഴ്ച വരെ സമയമെടുക്കും ഈ മരുന്നിൻ്റെ ആക്ഷൻ പേഷ്യൻറ്റിന് ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്. കാരണം നമുക്ക് ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പേഷ്യൻ്റെ ഷുഗർ കുറയുന്നതായിട്ട് കാണാം. വിതിൻ 5 മിനിറ്റ്സ് നമുക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടും. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ കെമിക്കൽസിനെ വേണം വേരിയേഷൻസ് വരുത്താൻ. അപ്പോൾ എന്താ, ബ്രെയിനാണ് നമ്മുടെ തോട്ട്സ്, മെമ്മറി, ബിഹേവിയർ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഈ ന്യൂറോ കെമിക്കൽസിന് പെട്ടെന്ന് വേരിയേഷൻ വരുത്താൻ പാടില്ല. അങ്ങനെ വരുവാണെങ്കിൽ പേഷ്യൻ്റ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല, പേഷ്യൻ്റെ ബിഹേവിയർ മൊത്തത്തിൽ മാറിപ്പോവും. അതുകൊണ്ട് സ്ലോ ആയിട്ട് ഈ ന്യൂറോ കെമിക്കൽസിൻ്റെ ലെവലിൽ വ്യത്യാസം വരുത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സ്ലോ ഡോസ് കൊടുത്തിട്ട്, ഏറ്റവും ലോ ഡോസിൽ കൊടുത്തിട്ട് ഡോക്ടർ ബിഹേവിയർ ചേഞ്ച് ആകുന്നതനുസരിച്ചിട്ട് ടാപ്പർ ചെയ്ത് അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെ നോക്കിയാലും ഒരു 2 വീക്സ് മുതൽ 6 വീക്സ് വരെ എടുത്താൽ മാത്രമേ ഈ ഡ്രഗ്സിൻ്റെ എഫക്റ്റ് പേഷ്യൻറ്റിന് റിഫ്ലക്റ്റ് ആവത്തുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ, ഡോസിൽ വ്യത്യാസം വരുത്തണം, ഇല്ല ഈ മെഡിസിൻ മാറ്റി വേറെ ആൻറ്റി ഡിപ്രസൻറ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു 6 വീക്സ് കണ്ടിന്യൂസ് കഴിച്ചാൽ മാത്രമേ പേഷ്യൻറ്റിന് അത് കൊടുത്താൽ എഫക്റ്റ് ആകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് അതും വ്യത്യാസം വരുത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും
കുറച്ച് ക്ഷമയോടെ ഈ മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ പേഷ്യൻസിനെയും റിലേറ്റീവ്സിനെയും ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ നഴ്സസ് റെസ്പോൺസിബിലിറ്റിയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൻറ്റി ഡിപ്രസൻസിനെ പറ്റിയിട്ടാണ്. ആൻറ്റി ഡിപ്രസൻറ്റ്, ഇതെങ്ങനെയാണ് ഡിപ്രഷൻ വരുന്നതെന്ന് നോക്കി, ആൻറ്റി ഡിപ്രസൻസ് എന്താണെന്ന് നോക്കി, പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതിൻ്റെ ആക്ഷൻ, ഇൻഡിക്കേഷൻ, എപ്പോഴൊക്കെ കഴിക്കണം, കോൺട്രാഇൻഡിക്കേഷൻ, അഡ്വേഴ്സ് റിയാക്ഷൻ, പിന്നെ ഡ്രഗ് ഇൻ്ററാക്ഷൻ്റെ കാര്യം പറഞ്ഞു, ദെൻ ടോക്സിസിറ്റി, നഴ്സസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആൻറ്റി ഡിപ്രസൻസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം വേറൊരു ടോപ്പിക്കുമായിട്ട്. താങ്ക് യു.